നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ശംഖ്. കടലിൽ നിന്ന് കിട്ടുന്ന ശംഖാണ് ഇത്. നമ്മൾ ഷെല്ലെന്ന് പറയും, അതുപോലെ തന്നെ ശംഖ് എന്ന് പറയും. അതിൻ്റെ ഇറച്ചിയാണ് നമ്മൾ ഫ്രൈ ആക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കത്തിറച്ചി പോലെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പാടത്ത് നിന്ന് കിട്ടുന്ന ഒരു ഞൗണിക്കയുണ്ട്, ഞൗണിക്ക എന്ന് പറയും നമ്മളവിടെ. അതുപോലുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഇറച്ചിയൊക്കെ അതിൻ്റെ അതേ സെയിം ടേസ്റ്റിൽ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു വെള്ളത്തിൽ ചൂടാക്കിയിട്ട് നല്ല തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇറച്ചി പുറത്തേക്ക് കിട്ടും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇറച്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ അത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇറച്ചി സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്ക് അതിൻ്റെ ഇറച്ചിയൊക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ശംഖ് ഞാൻ നല്ലതുപോലെ വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് ഇറച്ചിയൊക്കെ വേറെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഇറച്ചി മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ശംഖ് ഞാൻ തിളപ്പിച്ച് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച് നമ്മുടെ അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളൊരു 1/2 കിലോ ഉണ്ടാവും. മാക്സിമം കഴിഞ്ഞാൽ ഒരു 400 ഗ്രാം 500 ഗ്രാമേ ഉണ്ടാവുള്ളത്. ഞാനൊരു 2.5 കിലോ ആണ് ഫുള്ളായിട്ടുള്ള ശംഖ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഒരു 400 ഗ്രാം അല്ലെങ്കിൽ 450 500 താഴെ ഉണ്ടാവുള്ളൂ. നമുക്കതിൻ്റെ ഷെല്ലല്ലാതെ വേസ്റ്റ് തന്നെ എത്രയുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ളതും അതിൻ്റെ പുറമേ ഉള്ളതായിട്ടുള്ള കുറേ വേസ്റ്റാണ്. ഇത് കംപ്ലീറ്റ് കളയണം നമുക്ക്. അങ്ങനെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായി നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മസാലയ്ക്ക് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ട് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് വേണ്ടത്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ശംഖ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ നല്ലപോലെ നിരത്തി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ അധികം കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമുക്ക് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോരി എടുക്കേണ്ടി വരും. നമ്മൾ കോരി മാറ്റുന്നില്ല. നമ്മൾ ഇതിലേക്ക് തന്നെയാണ് മസാല ഇടാൻ പോകുന്നത്. അപ്പോൾ എണ്ണ കുറച്ച് മതി. നമുക്കിതുപോലെ മറച്ചിട്ടിട്ട് ഫ്രൈ ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഫ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനത് മിക്സ് ചെയ്തിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മളിത് ഉപ്പ് ഒക്കെ ഇട്ട് അതുപോലെ വെള്ളത്തിൽ വേവിച്ചതാണ്. അപ്പോൾ വെന്തിപ്പോൾ നമ്മൾ ഷെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് വേവിച്ചപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി ഇട്ടാൽ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഞാൻ നല്ലപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ആ ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ മസാലയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും ഒരു 5 വെളുത്തുള്ളിയുടെ പീസും അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും കൂടിയിട്ടാണ് ചതച്ച് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു വലിയ സവോള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവോള ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തപ്പോൾ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. അത്യാവശ്യം അത്ര ഉപ്പ് തന്നെ മതിയായിരിക്കും. നമുക്ക് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ശംഖ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ഫുഡ് എന്നുള്ള നിലയിലാണ് ഞാനത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണത്. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.